നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യമില്ലാത്തതിനാലാണ് ആളുകൾ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്ന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു. അനുകൂലമായ സാഹചര്യം ഒരുക്കാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയക്കാർക്കും സർക്കാരിനുമുണ്ട്. നാടിന് അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ആളുകൾ ഇവിടെ തന്നെ തുടരാനുള്ള സാഹചര്യം വേണം. രാമല്ലൂർ SHLP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു. ഇത് മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയക്കാർക്കും സർക്കാരിനുമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല മറ്റ് മേഖലകളിലും നാട് അഭിവൃദ്ധിപ്പെടണമെങ്കിൽ ആളുകൾ ഇവിടെ തുടരാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞു. ജോലി കിട്ടുന്നില്ല, ആൾക്കാരെല്ലാം പുറത്തേക്ക് പോകുന്നു. നമ്മളവരെ കുറ്റം കാര്യമില്ല. നാടിന് നന്മയുണ്ടാകണമെങ്കിൽ ജനങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. രാഷ്ട്രീയക്കാരും ഗവൺമെന്റും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നന്മയുണ്ടാകുകയുള്ളൂ. വിദ്യാഭ്യാസം കൊണ്ട് ഉയർച്ച ഉണ്ടാകണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. ഇവിടെ ഇപ്പൊ കേരളത്തില് നല്ല സാഹചര്യം ഒരുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് ഞാൻ അടിയോടെ പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രം ഉയർന്നു പോയി പോരാ. വിദ്യാഭ്യാസം മാത്രം രംഗത്ത് ഉയർന്നു പോകുന്നവരൊക്കെ പുറത്തേക്ക് പോയെന്ന് വരാം. പക്ഷെ നാട് നന്നാകണമെങ്കിൽ നമ്മുടെ നല്ല ആളുകൾ ഇവിടെ ഉണ്ടാകണം. അത് ഇവിടെ നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. രാമല്ലൂർ SHLP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കളിസ്ഥലത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. സിസ്റ്റർ മെറീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, ഫാദർ തോമസ് ചെറുപറമ്പിൽ, സിസ്റ്റർ അനുപ, സിസ്റ്റർ നവ്യ, അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, സിന്ധു ജിജോ, K മനോജ് ശാന്തി, ടോമി റാഫേൽ, VV കുര്യൻ, ഡോക്ടർ വിൻ പോൾ, സിജോ പീറ്റർ, സിസ്റ്റർ റെജിൻ, അനു ജോസ്, സിജു ലൂക്കോസ്, ആസ അനിൽ, ഫെഡറിക് മാത്യു സോണി, ഫേബാറോസ് ബിനോയ് എന്നിവർ പ്രസംഗിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക മിനിമോൾ തോമസിന് യാത്രയയപ്പ് നൽകി. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ അനുജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിസ്റ്റർ മരിയാൻസി സ്വാഗതവും സോണി മാത്യു കൃതജ്ഞതയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.